എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എത്ര പേരെ സന്തോഷിപ്പിക്കും, എത്ര പേരെ വിഷമിപ്പിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേർക്ക് സന്തോഷം നൽകുന്ന അപ്ഡേറ്റാണ്, കുറച്ച് പേർക്ക് സന്തോഷം നൽകാത്തൊരു അപ്ഡേറ്റാണ്. അതായത് ക്വാമി പെപ്പറെ ലോണിന് വിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ടൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതൊരു ദിമിത്രോസ് ഡയമൻഡക്കോസിന് പ്രോപ്പർ ഒരു പകരക്കാരനാകാൻ ക്വാമി പെപ്പറയ്ക്ക് സാധിക്കില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോണിൽ വിടാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴേ നടക്കത്തുള്ളൂ. എന്തായാലും ലോണിന് വിടാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് പകരം ഒരു ഡയമൻഡക്കോസിനെ പോലെ തന്നെ ഒരു പ്രോപ്പർ നല്ലൊരു സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരയുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ക്വാമി പെപ്പറ ഫാൻസിന് ഇത് അത്ര നല്ല ന്യൂസ് അല്ല. പക്ഷേ ഉറപ്പായിട്ടും അതായത് കുറേ പേര് ക്വാമി പെപ്പറ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. സോ അവർക്കിതൊരു നല്ല വാർത്ത തന്നെയാണ്. എനിക്കും ക്വാമി പെപ്പറയോട് അത്ര താല്പര്യമില്ല. അദ്ദേഹം ഒരു പ്രോപ്പർ ഒരു ഫിനിഷർ അല്ല. അദ്ദേഹം ബോഡിയൊക്കെ ഇട്ട് കളിക്കാൻ നല്ലൊരു പ്ലെയറാണ്. ബട്ട് ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു മികച്ച പ്ലെയറിനെ വേണം. നോവാസദെ ഒരു വിങ്ങിൽ നിന്ന് നൽകുന്ന ഒരു ക്രോസ് ഏത് സമയത്തും നെറ്റിലേക്ക് ഇടാൻ പറ്റിയൊരു പ്ലെയറും അതുപോലെ തന്നെ അഡ്രിയലിനോട് കൊടുക്കുന്ന ആ ഒരു ത്രൂ പാസൊക്കെ ഏത് നേരത്തും കണക്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറും നമുക്കവിടെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും നല്ലൊരു പ്ലെയറിനെ തിരഞ്ഞേ മതിയാകുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ക്വാമി പെപ്പറ പോകുന്നതാണ് എന്തുകൊണ്ടൊരു നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.